ഹലോ ബച്ചോ, ഹായ്, നമസ്തേ. എല്ലാവരും ചോദിക്കുന്ന സംശയമാണ് ക്രിസ്മസ് എക്സാമിന് ഏതൊക്കെ പോർഷൻസ് പഠിക്കണം. സോ ഏതൊക്കെ പോർഷൻസ് പഠിച്ചാൽ നല്ല രീതിയിൽ എക്സാമിന് സ്കോർ വാങ്ങാമെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ എന്തായാലും നിങ്ങൾക്ക് ഒന്നാമത്തെ യൂണിറ്റ് രണ്ടാമത്തെ യൂണിറ്റിലെ ക്വസ്റ്റ്യൻസ് എന്താണ് ഓണം എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഓണം എക്സാമിന് ഒന്നാമത്തെയും രണ്ടാമത്തെയും യൂണിറ്റിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. വൈറ്റ് ക്യാപ്പ് നിങ്ങളുടെ സ്കൂളുകളിലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ പഠിപ്പിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് വൈറ്റ് ക്യാപ്പ് എഴുതാൻ പറ്റിയെന്നൊരു കാര്യം ഉണ്ടായിരുന്നു അല്ലേ. അതാണ് വൈറ്റ് ക്യാപ്പ് വരെയായിരുന്നു നമ്മുടെ ക്രിസ്മസ് എക്സാം പോർഷൻ ഉണ്ടായത്, ഓണം എക്സാം പോർഷൻ ഉണ്ടായിരുന്നത്. ഇനി ക്രിസ്മസ് എക്സാമിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മൂന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ അല്ല, ദില്ലി മേ ഉന്നീന്ദ ഉണ്ട്, സംസ്മരണാണ് ഗഗൻ ഗില്ലിന്റെ. അതുപോലെ തന്നെ എന്താണ് മധുർവചൻ ഉണ്ട്, ദോഹയാണ്. അതുപോലെ തന്നെ ഏക് തിൻക എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. അതുപോലെ തന്നെ ഗലീലിയോ എന്ന പാഠഭാഗമുണ്ട്. അതുപോലെ പൈദൽ ചൽത്താ ഹുവ ആദ്മി ഉണ്ട്. അതുപോലെ തന്നെ അഞ്ചാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പരിയിലടിക്കും എന്താണ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാം പോർഷനിലുള്ള പാഠഭാഗം തന്നെയാണ്. ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. സോ ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് പഠിക്കേണ്ടതെങ്കിൽ ഞാൻ പറയുന്നത് മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടത് മൂന്നാമത്തെ യൂണിറ്റ് കംപ്ലീറ്റിനും നാലാമത്തെ യൂണിറ്റ് കംപ്ലീറ്റിനുമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ പ്രാവശ്യത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. പക്ഷേ സ്റ്റിൽ ഇവിടുന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഇവിടുന്ന് എന്തായിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്റ്റിൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ 5 പാഠഭാഗങ്ങൾക്കാണ്. ഈ 5 പാഠഭാഗങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു എന്ന് തോന്നുവാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അടുത്ത ഈ ഒരു പരിയിലടുക്കി പാഠഭാഗവും തൊട്ട് ബാക്കിലുള്ള പാഠഭാഗങ്ങൾ നോക്കിയാൽ മതി. സോ ഈ 5 പാഠഭാഗങ്ങൾ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് അല്ലേ, ഓണം എക്സാമിന് വേണ്ടി നമ്മൾ പഠിച്ചതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പാഠഭാഗങ്ങൾ പ്രശ്നമല്ല, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് കണ്ടാൽ മാത്രം മതി, നിങ്ങൾക്ക് എന്തായാലും ഓർമ്മയുണ്ടാകും. കാരണം നിങ്ങളൊരു എക്സാം എഴുതിയതാണ് ആ പാഠഭാഗത്ത് നിന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് മൂന്നാമത്തെയും നാലാമത്തെ യൂണിറ്റിന് തന്നെ ഹൈ പ്രയോറിറ്റി കൊടുക്കുക. എന്നിട്ട് സമയമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പരിയിലടുക്കി പഠിക്കുക. പരിയിലടുക്കി പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഒരു ലെറ്റർ ഒക്കെ എഴുതാനൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് അവിടെ സ്കോർ ചെയ്യാം. സോ ഹിന്ദി എക്സാമിന് തയ്യാറെടുപ്പെടുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സ്റ്റിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങളെ മനസ്സിൽ വെക്കുക. എന്നാൽ പോലും പ്രയോറിറ്റി വൈസ് ആയിട്ട് നിങ്ങൾ മൂന്നാമത്തെ യൂണിറ്റിനും നാലാമത്തെ യൂണിറ്റിനും തന്നെ പ്രാധാന്യം കൊടുത്ത് ക്രിസ്മസ് എക്സാമിന് പഠിക്കുക. എന്നാലും ക്രിസ്മസ് എക്സാം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് ചോദ്യം കാണാനുണ്ട്. സോ അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തുക. കൃത്യം ഇന്ന് നടക്കുന്ന ലൈവിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതാണ്. കൃത്യം 5 മണിക്ക് നടക്കുന്ന ലൈവിൽ എല്ലാവരും പങ്കെടുത്ത് നമുക്ക് സൂപ്പറായിട്ട് എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്ത് പഠിക്കാം. സോ ബച്ചോ, ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിനാണ് ഹിന്ദി. ഒരുപാട് പേര് ചോദിക്കുന്നത് എന്തൊക്കെയാണ് സാർ പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് വരേണ്ടത്. ക്ലാസ് സ്കൂളുകളിലൊന്നും എടുത്തിട്ടില്ല, ഈ ചാപ്റ്റർ ഒന്നും എടുത്തിട്ടില്ല, പൈദൽ ചൽത്താ ഹുവ ആദ്മി ഒന്നും എടുത്തിട്ടില്ല. സ്റ്റിൽ ഞാൻ പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ക്രിസ്മസ് എക്സാം വരെയുള്ള പോർഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് പരിയിലടുക്കി വരെ എന്തായാലും ഉണ്ട്. സോ ക്വസ്റ്റ്യൻ മേ ബി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതിനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ രീതിയിൽ ആ ഒരു സ്ട്രാറ്റജി വെച്ചുകൊണ്ട് തന്നെ പഠിക്കുക. സോ എങ്ങനെയൊക്കെയാണ് ഹിന്ദി ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്ന വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലുകളിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയി കാണുക. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ലാംഗ്വേജ് ആണ്, നല്ല രീതിയിൽ നമുക്ക് പഠിച്ച് നല്ല രീതിയിൽ സ്കോർ ചെയ്യാം. അതുപോലെ തന്നെ എന്തായാലും നമുക്ക് ഈ ഒരു എക്സാമിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും, പക്ഷേ നിങ്ങളെ കൊണ്ട് പറ്റും, നമ്മുടെ ലൈവൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നവരെ കൊണ്ട് പറ്റും. സ്റ്റിൽ നമുക്ക് എന്താണ് ഇന്നും അവസരങ്ങളുണ്ട്. ഒരിക്കലും ലാംഗ്വേജ് വെച്ച് പേടിച്ച് നിൽക്കരുത്. ബട്ട് നമ്മുടെ ഫുൾ എഫേർട്ട് അവിടെ ഇടാൻ ശ്രമിക്കുക. എന്നിട്ടില്ലെങ്കിൽ വിട്ടേക്കാം. ബട്ട് സ്റ്റിൽ എഫേർട്ട് ഇടാതെ നിങ്ങളെ കൊണ്ട് കിട്ടിയില്ല, മാർക്ക് കിട്ടിയില്ല എന്ന് പറയരുത്. എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ പഠിപ്പിക്കാൻ നമ്മളും തയ്യാറാണ്. സോ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിൽ സ്കോർ ചെയ്ത് മുന്നോട്ട് പോകാം. നിങ്ങളുടെ ഈ ഒരു വീഡിയോയെ കുറിച്ച് ഒരു ഫീഡ്ബാക്ക് താഴെ കമന്റ് ആയിട്ട് ഇടാം. അതുപോലെ തന്നെ ഹിന്ദി പഠിച്ച A+ വാങ്ങും എന്ന് ഉറപ്പുള്ളവരും അതുപോലെ തന്നെ കമന്റ് ഇട്ടോളൂ. ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരോടും പറയാം ഇന്നത്തെ നടക്കുന്ന ലൈവിൽ പങ്കെടുത്ത് നല്ലൊരു മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ എല്ലാവരും जो क्या है शुभकामनाएं देते हुए इस वीडियो को बंद करता हूँ, खत्म करता हूँ. तो बच्चों मिलते हैं अगली वीडियो में, तब तक के लिए धन्यवाद. थैंक यू.